ഗുഡ് മോർണിംഗ്. ഞാനിന്നുള്ളത് മലനാടായ പത്തനംതിട്ടയിലാണ്. ഈ പത്തനംതിട്ടയിൽ ഇന്ന് ന്യൂസ് 18 സംഘം എത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അത് പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാരണം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് ഇന്നെത്തുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരുപക്ഷെ നരേന്ദ്രമോദി എത്തുന്നത് ഇന്ന് ആദ്യമായാണ്. പത്തനംതിട്ട പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമികയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നതും പ്രധാനമാണ്. ഇവിടെ നമുക്കറിയാം അനിൽ ആന്റണിയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി. ഇന്ന് 11:30 മണിക്കാണ് നേരത്തെ ഈ പരിപാടി പറഞ്ഞിരുന്നത് എങ്കിൽ പോലും വൈകും 1:30 മണിയെങ്കിലും ആകും പ്രധാനമന്ത്രി ഇവിടെ എത്താനെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി എത്തുക. അവിടെ ഹെലിപാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഏതാണ്ട് 1 ലക്ഷം ആളുകളെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മളോട് ബിജെപി പ്രവർത്തകരടക്കം അറിയിച്ചിരിക്കുന്നത്, നേതാക്കളടക്കം അറിയിച്ചിരിക്കുന്നത്. ഈ രാവിലെ ഞങ്ങൾ ഇവിടെ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെത്തിയപ്പോൾ വലിയൊരു തിരക്ക് ഒന്നും കാര്യമായി അനുഭവപ്പെടുന്നില്ല. കാരണം ഈ പരിപാടി ഒന്ന് വൈകി എന്നെല്ലാവരെയും അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നേതാക്കളൊക്കെ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ തമ്പടിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവരൊക്കെ എത്താൻ വൈകും. സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയം പറഞ്ഞു പോകണം ഈ വരുന്ന 1 മണിക്കൂർ. കാരണം കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയമുണ്ട്, ബിജെപി രാഷ്ട്രീയമുണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട്. ഈ സന്ദർശനത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യം മറ്റൊന്നുമല്ല. പത്തനംതിട്ട ബിജെപിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി അവർ കാണുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത വോട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടെ നേടിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതിനുശേഷമാണ് എ ക്ലാസ് മണ്ഡലമായി പത്തനംതിട്ട എത്തുന്നത് എന്നതാണ്. ഇന്ന് ഇത്തവണ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണിക്ക് എന്ത് അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഏറെ പ്രാധാന്യത്തോടെ ഈ മണ്ഡലം കാണുന്നതിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. കാരണം അനിൽ ആന്റണിയെ പോലെ AK ആന്റണിയുടെ മകനാണ്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ആന്റണിയുടെ മകനെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം PC ജോർജിനെയൊക്കെ ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ചില അസംതൃപ്തികൾ അദ്ദേഹം പ്രകടിപ്പിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ മഞ്ഞൊക്കെ ഉരുകി ഇന്ന് ഈ പരിപാടിയിൽ PC അടക്കം എത്തും എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ രീതി അനുസരിച്ച്, നമ്മളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഏതാണ്ട് 1 മണിയോടുകൂടി ഒരു 4 കിലോമീറ്റർ അപ്പുറമുള്ള പ്രമാടത്തെ സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ, ചുമതലയുള്ള പ്രഭാരി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, ജില്ലാ അധ്യക്ഷൻ VS സൂരജ് എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. ഷോൺ ജോർജും അടക്കമുള്ള ഈ കാലത്ത് ബിജെപിയിൽ ചേർന്ന ഷോൺ ജോർജ് അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാകും. ഈ പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള സംവിധാനമൊക്കെ ഈ നമ്മളോട് ചേർന്നുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് താനും. മറ്റൊരു കാര്യം, നമുക്കറിയാം BDJS ആണ് ഇവിടെ ഈ മാവേലിക്കരയിൽ മത്സരിക്കുന്നത്. കലാശാല ബാബുവാണ് സ്ഥാനാർത്ഥി. സ്വാഭാവികമായും അതിനും ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം അവിടെ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. തോമസ് ഐസക്കാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഐസക് എത്തി ഇവിടെ അനിൽ ആന്റണിയെ എതിരിടാനായി നിൽക്കുന്നു. മറുഭാഗത്ത് ആന്റണി സിറ്റിംഗ് MP തുടർച്ചയായ 3ാം തവണയും ഇവിടെ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇടയ്ക്ക് അനിൽ ആന്റണി മത്സരിക്കില്ല എന്ന് കേട്ടിരുന്നു. എന്നോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ G ശ്രീജിത്തും ശരണ്യ സ്നേഹജനുമുണ്ട്. ശ്രീജിത്ത് ഈ പത്തനംതിട്ടയുടെ രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച ഒരാളാണ്. ശ്രീജിത്ത് ഈ ജില്ലകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ശരണ്യയാകട്ടെ, ശരണ്യയുടെ നാട്ടിൽ നിന്നാണ് തോമസ് ഐസക് ഇവിടെ മത്സരിക്കാനായി എത്തിയിരിക്കുന്നത്. ആലപ്പുഴക്കാരനാണ് ഐസക്. ആലപ്പുഴയിൽ നിന്നുള്ള MLA ആയിരുന്നു ഐസക്, മന്ത്രിയായിരുന്നു. നമുക്കറിയാം ഐസക് ആലപ്പുഴ വിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദൌത്യം ഐസക്കിനെ ഏൽപ്പിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീജിത്ത്, നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ PC ജോർജിന്റെ പേരാണ് ഇവിടെ കേട്ടത് അല്ലെ, ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി. അതിനുശേഷം അനിൽ ആന്റണി കടന്നു വരുന്നു. ഈ അനിൽ സാധ്യതകൾ നമുക്ക് വിലയിരുത്താം, അതിനുള്ള സമയമുണ്ട്. പക്ഷേ PC വന്ന് പോയതിനു ശേഷമുള്ള എതിർപ്പുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി മാറിയോ? PCയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയോ? PCയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2 ദിവസം മുൻപും അദ്ദേഹം ഒരു തവണ കൂടി BDJSനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വിളിച്ചപ്പോൾ PC ജോർജ് ഇനി ഞാൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിയുടെ വരവോടെ ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം BJP പോലെയുള്ള ഒരു പാർട്ടിയിൽ തുടർച്ചയായി നിന്നുകൊണ്ട്, ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിമർശനം അത്രത്തോളം സാധ്യമല്ല. ആ പാർട്ടിയോട് ചേർന്ന് PC ജോർജ് വന്നതേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് പല സ്വപ്നങ്ങൾ ഉണ്ടാകും ഈ പാർട്ടി സ്വാഭാവികമായിട്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രതികരണങ്ങളെല്ലാം വന്നത്. അന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തില് ആണ് ഈ ലയന സമ്മേളനം PC ജോർജിന്റെ ജനപക്ഷവും BJP
CPM ലയന സമ്മേളനം നടന്ന അന്ന് നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഈ പൂഞ്ഞാറിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവരുടെയൊക്കെ പ്രതീക്ഷ PC ആണ് സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ അവർ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ PC വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നാണ്. പക്ഷെ അതിനുശേഷം നമ്മളും പ്രതീക്ഷിച്ചിരുന്നു PC ആയിരിക്കും. PC അങ്ങനെ അതുകൊണ്ടാണ് സ്വാഭാവികമായി BJPയിലേക്ക് വന്നു. പക്ഷെ അത് PC പോലൊരാൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകാവുന്ന ഒരു തെറ്റൊരു പാർട്ടി എതിര് ചെയ്തതല്ല. അതെ അതെ. PC ജോർജ് പ്രത്യേകിച്ച് ഈ പ്രവർത്തകർ ആഗ്രഹിച്ചു എന്നുള്ള റിയാലിറ്റിക്ക് അപ്പുറം PC ജോർജ് തന്നെ വളരെ കാര്യമായിട്ട് ആഗ്രഹിച്ചു. PC ജോർജ് ആഗ്രഹിക്കുകയല്ല, ഇവിടെയുള്ള അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ബിഷപ്പുമാര് അങ്ങനെ മത സാമുദായിക നേതാക്കളെയൊക്കെ കണ്ടിരുന്നു. മാത്രമല്ല PC ജോർജിനൊരു PC ജോർജിന് ഈ മണ്ഡലത്തിന്റെ പൾസ് അറിയാം. PC ജോർജിനെ പിന്തുണയ്ക്കുന്ന PC ജോർജിന്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഒരു മാസ് എൻട്രിയും പല ഡയലോഗുകളൊക്കെ, അതിന് കൈയടിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ PC ജോർജ് ഈ മണ്ഡലത്തിൽ വെറുതെ മത്സരിക്കുക എന്നുള്ളതല്ല, ജയിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയും PC ജോർജിനുണ്ടായി. അത് പക്ഷെ PC ജോർജ് നേതൃത്വത്തെ അറിയിച്ചിരുന്നില്ല. അത് PC ജോർജ് തന്നെ തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉപാധികളൊന്നും ഇല്ലാതെയാണ് BJPയിലേക്ക് വന്നത് പലതവണ പറയുന്നുണ്ട്. പക്ഷേ നേതൃത്വം തിരിച്ചറിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ഉണ്ടാകാതെ വന്നപ്പോൾ ഒരു വലിയ ഷോക്കിലേക്ക് PC ജോർജ് പോയി എന്നുള്ളതും അതാണ് അതിന്റെ ഒരു തുടർ പ്രതികരണങ്ങളായ. എത്ര ഈ പൂഞ്ഞാറിൽ നമുക്കറിയാം PCയുടെ ഒരു സ്വാധീനം. ഒരു ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ PCക്ക് മാത്രം സമാഹരിക്കാൻ കഴിയുന്ന ഏകദേശം എത്ര വോട്ടുകൾ ഉണ്ടാകും? നമ്മുടെ ഏകദേശ കണക്കാണ്, കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും. രഞ്ജിത്ത്, അത് PC ജോർജ് അങ്ങനെ പൂഞ്ഞാറിന് പുറത്ത് മണ്ഡലത്തിൽ അങ്ങനെ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വേറെ മത്സരിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കണക്ക് പറയുക എളുപ്പമല്ല. പക്ഷെ നമുക്കൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, PC ജോർജ് കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ പൊളിറ്റിക്സ് തന്നെയാണ്. സംഘപരിവാർ രാഷ്ട്രീയം, RSSകാര് എങ്ങനെ പ്രസംഗിക്കുന്നോ അല്ലെങ്കിൽ RSS നേതാക്കളൊക്കെ എങ്ങനെ, അതേപോലുള്ള പ്രസംഗമായിരുന്നു. അപ്പൊ ആ മേഖലയിലുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയും. കൂടാതെ അധികമായി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും സമാഹരിക്കാൻ കഴിയും. അങ്ങനെ ഇത് കഴിഞ്ഞ തവണ കേവലം 3 ലക്ഷം വോട്ട് സുരേന്ദ്രന് കിട്ടിയാൽ ഒരു 50,000 വോട്ട് കൂടി പിടിച്ചാൽ ജയിക്കാം എന്നുള്ളതായിരുന്നു PC ജോർജിന്റെ കണക്ക്. അതെന്തായാലും അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. സുരേന്ദ്രന് കിട്ടിയ ആ വോട്ടുകൾ കൂടെ കിട്ടണം അല്ലെ? ആ വോട്ടുകൾ PC ജോർജിന് കിട്ടുമെന്ന് PC ജോർജ് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇവിടുത്തെ ഈ NSS വോട്ടർമാർക്കിടയിലും അത്തരം ഒരു ഹിന്ദുത്വ വോട്ടുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല വിഷയത്തിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയത് താനാണ് എന്ന് തുടർച്ചയായിട്ട് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു.